Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി M.Com സെക്കൻഡ് സെമസ്റ്ററിൽ നാളെ നടക്കാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറി പേപ്പറാണ് അഡ്വാൻസ്ഡ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ്. സോ നമ്മൾ ഈ ഒരു പേപ്പറിന്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻസിന്റെ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. കാണാത്തുണ്ടെങ്കിൽ കാണാം. സ്മാർട്ട് സ്റ്റഡിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ഞാൻ നേരെ പാർട്ട് സിയിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന SC ചോദ്യങ്ങളുടെ ഡീറ്റെയിൽസിലോട്ട് കിടക്കുകയാണ്. വേറെ ഒന്നും പറയുന്നില്ല, നമ്മുടെ ടൈം പോയിരിക്കുകയാണ്. സോ ഞാൻ ഓൾറെഡി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻസിന്റെ വീഡിയോയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്ന ഏരിയാസ് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ആദ്യത്തെയാണ് സ്ട്രാറ്റജി ഇംപ്ലിമെന്റേഷൻ. വാട്ട് ഈസ്, നിർബന്ധമായും പഠിക്കുക, വാട്ട് ഈസ് സ്ട്രാറ്റജി ഇംപ്ലിമെന്റേഷൻ. Then explain different types of strategy implementation. Explain different types of strategy implementation. So ആദ്യത്തെ ഒരു സജഷൻ ഇതാണ്. നമ്പർ 2, രണ്ടാമത് നമ്മൾ സ്ട്രാറ്റജി ഇവാലുവേഷൻ ആൻഡ് കൺട്രോളിൽ നിന്നുള്ള, അപ്പോൾ സ്ട്രാറ്റജി ഇംപ്ലിമെന്റേഷൻ റിലേറ്റ് ചെയ്തുള്ളൊരു essay ടോപ്പിക് പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ സ്ട്രാറ്റജി ഇവാലുവേഷൻ ആൻഡ് കൺട്രോൾ എന്താണ്, അതുപോലെ തന്നെ അതിൻ്റെ ബേസിക്സ് നോക്കുക, അതുപോലെ തന്നെ അതിൻ്റെ ടൂൾസ് യൂസ്ഡ് ഇൻ സ്ട്രാറ്റജി ഇവാലുവേഷൻ കൺട്രോൾ. അപ്പോൾ ഈ രണ്ട് ടോപ്പിക്കിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ SCക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതാണ് ആദ്യത്തെ ഒരു സജഷൻ. പിന്നെ ഞാൻ പറഞ്ഞിട്ടായിരുന്നു എൻവയോൺമെൻറ്റ് റിലേറ്റ് ചെയ്തുള്ളൊരു ടോപ്പിക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. എൻവയോൺമെൻറ്റൽ അനാലിസിസ് എന്താണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ് കേട്ടോ. എൻവയോൺമെൻറ്റൽ അനാലിസിസ് എന്താണ്, അതുപോലെ തന്നെ അതിൽ മാക്രോ എൻവയോൺമെൻ്റ് ഉണ്ട്, മൈക്രോ ഉണ്ട്. അതിൽ മാക്രോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, രണ്ടും നോക്കുക. മാക്രോ എൻവയോൺമെൻറ്റ് എന്താണ്, ദെൻ മാക്രോ എൻവയോൺമെൻറ്റിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് നോക്കി വയ്ക്കുക. മാക്രോ എൻവയോൺമെൻറ്റിനെ എഫക്റ്റ് ചെയ്യുന്ന എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ എൻവയോൺമെൻറ്റ് അനാലിസിസ് അതിൽ മാക്രോ മൈക്രോ അതിൻ്റെ ഫാക്ടേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുക. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ് അതിൽ ബിസിനസ് എൻവയോൺമെൻറ്റ് എന്താണ്, അതിൽ എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേർണൽ കോമ്പോണൻസ് ഫാക്ടേഴ്സ് ഉണ്ട് അതിനെ എഫക്റ്റ് ചെയ്യുന്ന. അപ്പോൾ അതിൽ എക്സ്റ്റേണൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, രണ്ടും നോക്കുക. എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്, കോമ്പോണൻസ് എന്ന് പറയാം, കോമ്പോണൻസ് അതും നോക്കുക. അപ്പോൾ എൻവയോൺമെൻറ്റിനെ റിലേറ്റ് ചെയ്തുള്ളൊരു ക്വസ്റ്റ്യൻ SCക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്, പലപ്പോഴും വരാറുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സജഷൻ നൽകിയിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു സ്ട്രാറ്റജി റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യമാണ്. അത് ചിലപ്പോൾ എക്സ്പാൻഷൻ സ്ട്രാറ്റജി ആവാം. എന്താണ് എക്സ്പാൻഷൻ സ്ട്രാറ്റജി, അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് അങ്ങനെ ഇരിക്കാം. അതല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ ഫങ്ഷണൽ സ്ട്രാറ്റജി ഉണ്ട്, അതുപോലെ തന്നെ ഫങ്ഷണൽ സ്ട്രാറ്റജി ചോദിക്കാം. കോപ്പറേറ്റീവ്, ഇതിനായിട്ട് മുമ്പത്തെ പേപ്പറിൽ ഒന്നാണ് കോപ്പറേറ്റീവ് സ്ട്രാറ്റജി ഉണ്ട്, അതിൻ്റെ കാര്യങ്ങളായിരിക്കും ചോദിക്കുക. അപ്പോൾ ഏതെങ്കിലും ഒരു സ്ട്രാറ്റജി, സ്റ്റെബിലിറ്റി സ്ട്രാറ്റജി ഉണ്ട്, അത് ഞാൻ കൂടുതൽ SCക്കല്ല 3 വെയിറ്റേജിൻ്റെയൊക്കെയാണ് പ്രതീക്ഷിക്കുന്നുള്ളൂ. ഞാനിവിടെ എഴുതി വയ്ക്കണമെന്ന് മാത്രം. പലതരത്തിലുള്ള സ്ട്രാറ്റജിയിലെ ഏതെങ്കിലും ഒരു സ്ട്രാറ്റജി, അതിൻ്റെ ടൈപ്സ്, അതിൻ്റെ ഫങ്ഷൻസ്, അങ്ങനത്തെ ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. എക്സ്പാൻഷന് കൂടുതൽ പ്രതീക്ഷിക്കുന്നു, പിന്നെ ഫങ്ഷണലുണ്ട്, ഞാൻ പറഞ്ഞു കോപ്പറേറ്റീവ് ഉണ്ട്, സ്റ്റെബിലിറ്റി ഉണ്ട്, അങ്ങനെ പലതരത്തിലുള്ള സ്ട്രാറ്റജിയിൽ ഏതെങ്കിലും ഒരെണ്ണമാണ് പിന്നെ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന SC ചോദ്യം. പിന്നെ നെക്സ്റ്റ് ഒരൊറ്റ പേപ്പറിൽ മാത്രം വന്നിട്ടുണ്ടായിരുന്നൊരു ചോദ്യമാണ് എക്സ്പ്ലെയിൻ എമർജിങ് ട്രെൻഡ്സ് ഇൻ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ്. ഒരൊറ്റ പ്രാവശ്യമാണ് വന്നിട്ടുള്ളത്, ഇൻ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ്, മറ്റൊരു SC ചോദ്യം. ദെൻ നെക്സ്റ്റ് ബേസിക് ക്വസ്റ്റ്യൻ ആണ്, നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നുള്ള ബേസിക് ചോദ്യം. നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ വരും. സ്ട്രാറ്റജിക്
മാനേജ്മെൻറ്റ് എന്താണ്. ഇതിനായിട്ട് മുമ്പത്തെ പേപ്പറിൽ വന്നിട്ടുണ്ട്. ചില സമയത്ത് 3 വെയിറ്റേജിൻ്റെ ആയിട്ട് വരാം. അതിൻ്റെ പ്രോസസ്സ്, ക്യാരക്ടറൈസ്റ്റിക്സ് ഓക്കെ. ഇത് കൂടുതൽ ഞാൻ പ്രതീക്ഷിക്കുന്നത് 3 വെയിറ്റേജിൻ്റെലാണ്. ബട്ട് ഒറ്റ പ്രാവശ്യം പ്രോസസ്സ് SCക്കും വന്നിട്ടുണ്ട്. അപ്പോൾ ബേസിക് ക്വസ്റ്റ്യൻ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിനാണ് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ മിൻസ്ബർഗിൻ്റെ കോൺട്രിബ്യൂഷൻ, പോർട്ടറുടെ കോൺട്രിബ്യൂഷൻ ഇതൊക്കെയുണ്ട്. ബട്ട് ഞാനിവിടെ അത് എഴുതി വെക്കുന്നുണ്ടെങ്കിൽ ഞാനത് കൂടുതൽ പ്രതീക്ഷിക്കുന്നത് 3 വെയിറ്റേജിൻ്റെതാണ്. ബട്ട് ചില സമയത്ത് SCക്കും അവർ ഇടാറുണ്ട്. ആരുടെയാണ്? മൈക്കിൾ പോർട്ടറുടെ കോൺട്രിബ്യൂഷൻ, അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മിൻസ്ബർഗ് ഇവർ രണ്ടുപേരുടെയും കോൺട്രിബ്യൂഷൻ നോക്കണം കേട്ടോ. അത് ഞാൻ വീണ്ടും പറയണം, മിൻസ്ബർഗിൻ്റെ ഞാൻ കൂടുതൽ പ്രതീക്ഷിക്കുന്നത് 3 വെയിറ്റേജ് ആണ്, പോർട്ടറുടെ ആണെങ്കിലും. അപ്പോൾ ഇതാണ് മറ്റൊരു സജഷൻ ഉള്ളത്. ബട്ട് ഒരു ഒറ്റ പ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ രണ്ടും പറയുന്നത് ഞാൻ കൂടുതൽ 3 വെയിറ്റേജിലേക്കാണ് വരുന്നത്. പിന്നെ കോർപ്പറേറ്റ് പോർട്ട്ഫോളിയോ അനാലിസിസ് എന്താണ്? കോർപ്പറേറ്റ് പോർട്ട്ഫോളിയോ അനാലിസിസ്. അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ള 8 ചോദ്യങ്ങൾ നോക്കണം നിർബന്ധമായിട്ടും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 5 വെയിറ്റേജിൻ്റെ വന്നില്ല എന്നൊക്കെയാ, നമ്മളത് 3 വെയിറ്റേജിൻ്റെ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലെങ്കിലും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ദാറ്റ്സ് അബൌട്ട് SAക്ക് ഷുവറായിട്ട് പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളുടെ ഡീറ്റെയിൽസ്. നമ്പർ 1, സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റേഷൻ എന്താണ്, അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ്. സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റേഷനെ റിലേറ്റ് ചെയ്തിട്ടുള്ള SA. പിന്നെ സ്ട്രാറ്റജി ഇവാലുവേഷൻ, ഇംപ്ലിമെൻറ്റേഷൻ അല്ലെങ്കിൽ ഇവാലുവേഷൻ ആൻഡ് കൺട്രോൾ, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം. പിന്നെ എൻവയോൺമെൻ്റ് ആണ്, എൻവയോൺമെൻറ്റ് അനാലിസിസോ മൈക്രോ ഒക്കെ ഉണ്ട്. പിന്നെ ബിസിനസ് എൻവയോൺമെൻറ്റ് അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യമായിരിക്കാം. എൻവയോൺമെൻറ്റൽ സ്കാനിങ്ങും ഉണ്ട് കേട്ടോ, അതും നോക്കാം. എൻവയോൺമെൻറ്റൽ സ്കാനിങ്ങും ഉണ്ട്, അതും നോക്കാം. അപ്പോൾ ഇങ്ങനത്തെ ഏരിയ, ഈ പറഞ്ഞിട്ടുള്ള ഏരിയയിൽ നിന്ന് ഒരൊറ്റ SA ആണ് വരാറ്. ഏതെങ്കിലും ഒരെണ്ണം, ബിസിനസ് എൻവയോൺമെൻറ്റോ എൻവയോൺമെൻറ്റൽ സ്കാനിങ്ങോ അങ്ങനെ മാക്രോ, വലിയൊരു ചാപ്റ്ററാണത്. മാറിയാണ് ഇടാറ്. പിന്നെ സ്ട്രാറ്റജി, പലതരത്തിലുള്ള സ്ട്രാറ്റജിയിൽ ഏതെങ്കിലും ഒറ്റ സ്ട്രാറ്റജീനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യം. പിന്നെ എമർജിങ് ട്രെൻഡ്സ് ഇൻ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് പറഞ്ഞു. പിന്നെ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് ബേസിക്സ് ഭാഗ്യം ഉണ്ടെങ്കിൽ ഇടും. അത് ഞാൻ 3 വെയിറ്റേജിൻ്റെലേക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. SAക്കും വേണമെങ്കിൽ വരാം, പ്രോസസ്സോ ക്യാരക്ടറിസ്റ്റിക്സ് സ്കോപ്പ് അങ്ങനെയൊക്കെ ആയിട്ട്. പിന്നെ പോർട്ടർ, മിൻസ്ബർഗ് ഇവരുടെ കോൺട്രിബ്യൂഷൻ ചിലപ്പോൾ SAക്കോ അല്ലെങ്കിൽ 3 വെയിറ്റേജിൻ്റെ വരാറുണ്ട്. പിന്നെ കോർപ്പറേറ്റ് പോർട്ട്ഫോളിയോ അനാലിസിസ്. ഓക്കെ, ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ഈ വീഡിയോ ഇടാൻ ലേറ്റ് ആയിട്ടുണ്ടെന്ന് എനിക്കറിയാം, വളരെ ബിസി ആയതുകൊണ്ടാണ്. അപ്പോൾ എന്നാലും ഞാൻ ചെയ്യാൻ പറ്റുന്ന വീഡിയോസ് പരമാവധി ചെയ്യുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.